ലോകത്ത് ആരോഗ്യരംഗത്ത് സമൂലമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വലിയ പരീക്ഷണങ്ങൾ മനുഷ്യൻ നേരിടുന്നൊരു സമയം കൂടിയാണ്. ആ സമയത്താണ് ലോക ആരോഗ്യ ദിനം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലാണ് നമുക്ക് ഒരു പ്രശസ്ത വ്യക്തിയെ കൂടി നമുക്ക് ലഭിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയെ മുൻ ഉദ്യോഗസ്ഥനും പൊതുജനാരോഗ്യ വിദഗ്ധനും കൂടിയായ ഡോക്ടർ എസ് എസ് ലാൽ ഇപ്പോൾ അമൃത വാർത്തകൾക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം. നമ്മൾ നേരത്തെ ഞാൻ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ, തുടക്കത്തിൽ പറഞ്ഞതൊക്കെ പോലെ തന്നെ, മനുഷ്യൻ വലിയ പ്രതിസന്ധികളുടെ ആരോഗ്യരംഗത്ത് നേരിടുന്ന ഒരു സമയമാണ്. ലോകാരോഗ്യ ദിനത്തിൻ്റെയും ലോകാരോഗ്യ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണ് ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ ലോകാരോഗ്യ ദിനം എന്ന് പറയുന്നത് തന്നെ ലോകാരോഗ്യ സംഘടനയുടെ സ്ഥാപക ദിനമാണ്. 1948 ഏപ്രിൽ 7. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ വർഷവും ആ ദിവസം ലോകാരോഗ്യ ദിനം ആചരിക്കുന്നത്. ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ സംഭാവനകൾ ഒരുപാടാണ് ആരോഗ്യരംഗത്ത്. കാരണം വ്യത്യസ്ത നാടുകളിൽ വ്യത്യസ്ത രീതിയിലുള്ള ആരോഗ്യ സംവിധാനങ്ങളുണ്ട്, വ്യത്യസ്ത ചികിത്സാ രീതികളുണ്ട്, പലതും പാരമ്പര്യമായിട്ടുള്ളതുണ്ട്. അങ്ങനെ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് ലോകത്ത് മുഴുവൻ. ഒരുപാട് ശരികളുണ്ട്, തെറ്റുകളുണ്ട്. പിന്നെ ജനസമൂഹങ്ങളുടെ വിശ്വാസങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്, സർക്കാരുകളുടെ നിലപാടുകളിൽ വ്യത്യസ്തത വരും. എന്നാൽ ഇതിൽ ഒരു ശാസ്ത്രശരി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരിക്കും എപ്പോഴും. അപ്പോൾ ആ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും ആധുനികമായ ശാസ്ത്രത്തിനൊപ്പം, ഇപ്പോൾ ശാസ്ത്ര വളർച്ചയ്ക്കനുസരിച്ച് വൈദ്യശാസ്ത്രവും അല്ലെങ്കിൽ മെഡിക്കൽ സയൻസും വളരും. അപ്പോൾ ആ മെഡിക്കൽ സയൻസിൻ്റെ വളർച്ച എല്ലാ ജനങ്ങളിലേക്കും ഒരുപോലെ ഉപയോഗം ഉണ്ടാക്കുന്ന രീതിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടന ഒരു പ്രധാന ഉത്തരവാദിത്വം. അപ്പോൾ ശാസ്ത്ര വളർച്ചയ്ക്കനുസരിച്ചുണ്ടാകുന്ന കണ്ടുപിടുത്തങ്ങൾ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ഉപയോഗപ്പെടണം. കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രീയ അടിസ്ഥാനത്തിലായിരിക്കണം, എന്നാൽ മാത്രം പ്രയോഗിക്കപ്പെടുക. രാജ്യങ്ങൾക്ക് ഈ രീതിയിലുള്ള ഉപദേശങ്ങൾ നൽകുക. ഇപ്പോൾ ആഗോള തരത്തിൽ ഒരുപാട് തീരുമാനങ്ങളും നയങ്ങളുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ രാജ്യങ്ങളിലെത്തിക്കുക, രാജ്യങ്ങളെ അത് ബോധവൽക്കരിക്കുക, ഗവൺമെൻറ്റുകളെ കൊണ്ട് അതിനനുകൂലമായിട്ട് നടപടിയെടുപ്പിക്കുക. അപ്പോൾ മൊത്തത്തിൽ ലോകത്തിൽ എല്ലാവർക്കും മെച്ചപ്പെട്ട ആരോഗ്യാവസ്ഥ ഉണ്ടാക്കുന്നതിനായിട്ടുള്ള ഒരു ശ്രമമാണ് ലോകാരോഗ്യ സംഘടന നടത്തുന്നത്. നേരത്തെ അങ്ങ് അല്പസമയം മുമ്പ് പറഞ്ഞ പോലെ തന്നെ അതൊരു പൊതു അഭിപ്രായ സ്വരൂപീകരണത്തിലേക്ക് എത്താൻ ഇപ്പോഴും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ എല്ലാ കാര്യത്തിലും ചിലപ്പോൾ ചില പരാജയങ്ങളൊക്കെ ചില കാര്യത്തിൽ സംഭവിച്ചു എന്ന് വരാം. പക്ഷേ മൊത്തത്തിൽ ലോകത്ത് ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ ലോകാരോഗ്യ സംഘടന ഒരുപാട് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഇതുപോലെ ഏകോപിപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ 2007 ഞാൻ ലോകാരോഗ്യ സംഘടന അന്തർദേശീയ ഉദ്യോഗസ്ഥനായിട്ട് കിഴക്കൻ തിമോർ, ഈസ്റ്റ് തിമോർ എന്ന രാജ്യത്ത് പോയിട്ടുണ്ട്. അവിടെ ജോലി ചെയ്തു. അന്ന് ലോകത്തെ ഏറ്റവും അവികസിത രാജ്യമാണ്, പുതിയ രാജ്യമായിരുന്നു. ഒരുപാട് യുദ്ധങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യരാണ്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ കുറവായിരുന്നു. അപ്പോൾ ഒരു വളരെ റോ ആയിട്ടൊരു രാജ്യമായിരുന്നു. അപ്പോൾ എനിക്കറിയാം, അവിടെ ചെല്ലുമ്പോൾ നമ്മളിവിടെ പല ദേശീയ ആരോഗ്യ പരിപാടികളൊക്കെ നമ്മൾ പറയുമല്ലോ, അതൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ, പുതിയൊരു രാഷ്ട്രമായിട്ടേ ഉള്ളൂ. അപ്പോൾ അവിടെ തന്നെ അതിനകത്തൊക്കെ വളരെ പ്രിമിറ്റീവായിട്ടുള്ള വളരെ തുടക്ക സ്ഥിതിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ലോകാരോഗ്യ സംഘടനയുടെ വലിയൊരു ടീം ഞങ്ങളവിടെ ഉണ്ടായിരുന്നു, പല രാജ്യങ്ങളിൽ നിന്ന് വന്നവർ. ഇപ്പോൾ ഇത്തരം അനുഭവങ്ങളിലൂടെ നേരത്തെ കടന്നുപോയിട്ടുള്ള മെച്ചപ്പെട്ട സംവിധാനങ്ങളുള്ള രാജ്യങ്ങളിൽ നിന്നും മെച്ചപ്പെട്ട അനുഭവങ്ങളുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് ഞങ്ങൾ അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള രാജ്യക്കാരും വളരെ മിടുക്കരാണ്. അവിടുത്തെ ആരോഗ്യമന്ത്രി തന്നെ ഓസ്ട്രേലിയയിൽ മെഡിസിൻ പഠിച്ച ഡോക്ടറാണ്. പക്ഷേ അവിടെ സംവിധാനം അതിനനുസരിച്ച് വളർന്നിട്ടില്ല. അപ്പോൾ നമ്മളവിടെ എല്ലാവരും കൂടി ചെന്ന് പ്രവർത്തിച്ച് ആരോഗ്യരംഗത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കാൻ കഴിഞ്ഞു. ഒരുപാട് കാര്യത്തിൽ നയം, ഇപ്പോൾ ക്ഷയരോഗം, HIV അതിൻ്റെയൊക്കെ ദേശീയ നയം തന്നെ ഉണ്ടാക്കുന്ന എൻ്റെ നേതൃത്വത്തിലാണെന്ന് അവിടെ. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ മെച്ചപ്പെട്ടു. ആ പ്രദേശത്ത് നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, തെക്ക് കിഴക്കൻ ഏഷ്യ ഭാഗങ്ങളിലുള്ള രാജ്യങ്ങളിൽ മലമ്പനി ആദ്യം ഇല്ലാതാക്കിയ ഒരു രാജ്യം ഈസ്റ്റ് തിമോറാണ്. ചെറിയ രാജ്യമായിട്ട് എളുപ്പമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരുപക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ലോകത്തിലെ മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്ന് മെയിൻ സ്ട്രീമിലേക്ക്, മുഖ്യധാരയിലേക്ക് വരാതെ ഒറ്റപ്പെട്ടു പോകാവുന്ന റിസോഴ്സുകൾ, സമ്പത്ത് വളരെ കുറഞ്ഞ രാജ്യത്ത് ലോകാരോഗ്യ സംഘടന ഇടപെടൽ കാരണം അവിടുത്തെ രോഗങ്ങൾക്ക് ഒരുപാട് ശമനം ഉണ്ടാക്കാൻ പറ്റി. അവിടെ ക്ഷയരോഗം കൂടുതലായിരുന്നു. ആകെ ജനസംഖ്യ 1 മില്യൺ 10 ലക്ഷം ഉള്ളെങ്കിൽ പോലും ക്ഷയരോഗികളുടെ എണ്ണം അവിടെ കൂടുതലായിരുന്നു. അപ്പം ഇങ്ങനെ അതുകൊണ്ട് അത് പറ്റിയത് യുഎന്നിൻ്റെ ഇടപെടൽ. യുഎൻ്റെ ഭാഗമായ ലോകാരോഗ്യ സംഘടന അവിടെ ഇടപെട്ടതുകൊണ്ട് അമേരിക്കയിലും സ്വിറ്റ്സർലൻഡിലും ഇന്ത്യയിലും ഒക്കെ എന്ത് നടക്കുന്നു അതുപോലെ സമാനമായ കാര്യങ്ങൾ തിമോറിലും കെട്ടിപ്പടുക്കാൻ ലോകാരോഗ്യ സംഘടന കഴിഞ്ഞു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഗർഭനിരോധന ഉറ, കോണ്ടം,
അത് HIV പകരാതിരിക്കാനുള്ളൊരു പ്രധാന മാർഗ്ഗമാണ്. അപ്പോൾ അവിടെ മതപരമായ ചില എതിർപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു, ബിഷപ്പിൻ്റെയൊക്കെ എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ ലോകാരോഗ്യ സംഘടന ഉള്ളത് കൊണ്ട് അതിന് ഒരുപക്ഷെ ഏത് പൊതുപ്രദേശത്ത് ചെന്നാലും ബാത്റൂമിൽ പോലും കോണ്ടം വെച്ചിരിക്കുന്ന ഒരു രാജ്യമായിട്ട് അതിനെ മാറ്റാൻ കഴിയും. ലോകാരോഗ്യ സംഘടന ഇടപെടലാണ്. എന്നാൽ ചില എതിർപ്പുകൾ വരും, ഭരണതലത്തിലുള്ള എതിർപ്പുകൾ വരും, മതപരമായ എതിർപ്പുകൾ വരും, പലയിടത്തുമൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ ഇതിനെയൊക്കെ മറികടക്കാനായിട്ട് UN-ൻ്റെ പ്രസ്ഥാനമായതുകൊണ്ട് പലപ്പോഴും സാധിക്കും. ഗവൺമെൻറ്റുകൾ, ഏത് ഗവൺമെൻറ്റുകൾ വന്നാലും ഒരു UN-ൻ്റെ ഭാഗമായതുകൊണ്ട് ലോകാരോഗ്യ സംഘടനയ്ക്ക് ഇത്തരം കാര്യങ്ങൾ ഇടപെടലുകൾ നടത്താൻ പറ്റും. മറ്റൊന്ന് നമുക്കറിയാം, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തരംഗം അല്ലെങ്കിൽ ഒരു അസുഖം എന്ന നിലയിലാണ് കോവിഡ് വന്നത്. അതിനെ മറികടന്ന ഒരു അവസ്ഥയിൽ ഇപ്പോൾ നിൽക്കുമ്പോൾ ആരോഗ്യരംഗത്ത് ഏത് തരത്തിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്? ഇനി എന്തൊക്കെ തരത്തിൽ നമ്മൾ കുറച്ചുകൂടെ മുൻകരുതലുകൾ എടുക്കേണ്ട ആവശ്യകതയുണ്ട്? കോവിഡ് നമുക്ക് ലോകത്തെ മുഴുവൻ നിശ്ചലമാക്കി കഴിഞ്ഞു. അതിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഗം തന്നെ ഇവിടെ പൂർണ്ണമായും ലോകത്ത് വിട്ടുപോയിട്ടുമില്ല. പക്ഷേ അതൊരു ലോകത്തിന് മുഴുവൻ കണ്ണ് തുറപ്പിച്ചൊരു സംഭവമായിരുന്നു, അല്ലെങ്കിൽ ഒരു വലിയൊരു പാൻഡമിക് എന്ന് പറയുന്നത് നമ്മൾ മഹാമാരിയായിരുന്നു. നമ്മൾ ആ സമയത്ത് യുദ്ധങ്ങളൊക്കെ നിർത്തി, യുദ്ധങ്ങളെപ്പറ്റി സംസാരിക്കാതായി. ആലോചിച്ചോണ്ട് ലോകത്ത് ലോകാരോഗ്യ സംഘടന പറയുന്ന പല രോഗങ്ങളുടെയും നിഷ്കാസനത്തിന് അല്ലെങ്കിൽ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് വരുന്ന തുക പലപ്പോഴും എല്ലാ വർഷവും കിട്ടാറില്ല. പ്രധാനപ്പെട്ട രോഗങ്ങളുടെ വലിയ ഗ്യാപ്പുകളുണ്ട്. പക്ഷേ ഇതിനൊക്കെ വേണ്ടി വരുന്നതിൻ്റെ എത്രയോ ഇരട്ടിയാണ് നമ്മളൊരു ചെറിയ യുദ്ധത്തിന് പോലും ഉപയോഗിക്കുന്നത്. അപ്പോൾ യുദ്ധങ്ങൾ ഒന്ന് നിന്നു, ഈ രോഗം മുഴുവൻ ഒറ്റക്കെട്ടായി. കാരണം ഈ പാവപ്പെട്ടവനും പണക്കാരനെയും ധനികരാഷ്ട്രത്തെയും ദരിദ്രനെയൊക്കെ ഒരുപോലെ രോഗം ആക്രമിക്കുമെന്ന് മനസ്സിലായപ്പോൾ നമ്മളുണ്ടല്ലേ പെട്ടെന്ന് അതിനൊരു വാക്സിൻ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി പണമുണ്ടായി. അപ്പോൾ ലോകത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാവരെയും ബാധിക്കുന്നൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പണവും സാങ്കേതിക സഹായം എല്ലാം ഒരുമിച്ച് എത്തിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്നൊരു കാര്യം കൂടിയായിരുന്നു. അതിൻ്റെ ഒരു ഗുണവശമാണ്. കോവിഡ് വന്ന് ഒരുപാട് പേര് മരിക്കുമ്പോൾ പോലും ഇനി അതുപോലെ നമ്മൾ ഡിസീസ് X എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്ന ഇതുപോലത്തെ അസുഖങ്ങൾ ഇനിയും വരാം. നേരത്തെ ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ്. അപ്പോൾ അത്തരം അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് നേരിടാൻ പറ്റും. കാരണം നമ്മുടെ തലസ്ഥാനത്ത് തന്നെ ഓക്സിജൻ സിലിണ്ടർ ഇല്ലാത്ത അവസ്ഥ വന്നു. അമേരിക്ക, യൂറോപ്പിലെ വികസിച്ച നാടുകളിലൊക്കെ വെൻറ്റിലേറ്റർ ഇല്ലാത്ത അവസ്ഥ വന്നു. നമ്മളിങ്ങനെ ഒരു വലിയൊരു ദുരന്തം ലോകത്ത് പ്രതീക്ഷിച്ചിരുന്നില്ല. മരുന്നുകളില്ല, ഇപ്പോഴും കോവിഡിൻ്റെ വൈറസിനെ കൊല്ലാൻ മരുന്നൊന്നും നമുക്കില്ല. പക്ഷേ പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ, നമ്മൾ അകന്നു നിൽക്കുക എന്ന് പറയുന്നത് ഒരു പൊതുജനാരോഗ്യ സംവിധാനത്തിൻ്റെ ഒരു ടൂളാണ്, ഒരു ഉപകരണമാണ്. നമ്മൾ അല്ലെങ്കിൽ മാസ്ക് ഇടുന്നത് മറ്റൊരു ഉപകരണമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനുഷ്യരിൽ മനസ്സിലാക്കിക്കാനായിട്ട് നമ്മൾ കൈകളുടെ ശുദ്ധി, നമ്മളത് പലപ്പോഴും മറന്നുണ്ട്. വികസിച്ച നാടുകളിൽ ഞാനൊക്കെ ജനീവയിൽ ജീവിക്കുമ്പോൾ, സ്വിറ്റ്സർലൻഡിൽ ജീവിക്കുമ്പോഴും അമേരിക്ക ജീവിക്കുമ്പോഴും നമ്മുടെയൊക്കെ ബാഗിൽ ചെറിയ ഈ സാനിറ്റൈസർ കാണുമായിരുന്നു. നമ്മുടെ രാജ്യത്ത് പലപ്പോഴും അത് പ്രായോഗികമായത് കോവിഡ് വന്നുകൊണ്ടാണ്. പക്ഷേ ആ ഒരു സാധനത്തിന് കൈകൾ ശുദ്ധമായിരിക്കേണ്ട ആവശ്യത്തെപ്പറ്റി ചർച്ച വന്നു. മാസ്ക് പണ്ടാരിൽ ഇട്ട് കഴിഞ്ഞാൽ പോലീസ് ഓടിച്ചിട്ട് പിടിക്കുമായിരുന്നു, മുഖം മറച്ച് യാത്ര ചെയ്താൽ. പിന്നെ കോവിഡ് വന്നാൽ മുഖം മറയ്ക്കാതെ യാത്ര ചെയ്യുന്നവർ പോലീസ് പിടിക്കുന്ന അവസ്ഥ. ഇപ്പോൾ നമുക്ക് ഏത് സമൂഹത്തിലും ഒരാൾ മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ അയാളെ തുറിച്ചു നോക്കുന്ന സാഹചര്യമേ ഇല്ല. അപ്പോൾ ഇത്തരത്തിൽ പൊതുജനാരോഗ്യ രംഗത്ത് ഒരുപാട് പുതിയ അറിവുകളുണ്ടായി, ഒരുപാട് ശീലങ്ങളുണ്ടായി, ജനങ്ങളുടെ അവബോധം വർദ്ധിച്ചു. ഗവൺമെൻറ്റിൽ പണമിറക്കി എല്ലാ അനാവശ്യ ചിലവുകളും ധൂർത്തുകളും മാറ്റിവെച്ചിട്ട് ജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഭൗതിക സാഹചര്യങ്ങളുണ്ടാക്കി, ഒരുപാട് ആശുപത്രി വാർഡുകളുണ്ടാക്കി, ഓക്സിജൻ സിലിണ്ടറുകൾ ഉണ്ടാക്കുന്ന പ്ലാന്റുകളുണ്ടാക്കി. ഇതൊക്കെ ഭാവിയിലേക്ക് ഉപയോഗം ചെയ്യും. നമുക്ക് കോവിഡ് കാരണം ഒരുപാട് പേര് നമുക്ക് നഷ്ടപ്പെട്ടെങ്കിലും അതുവഴി ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടാൻ ലോകം മുഴുവൻ ഏറ്റവും ദരിദ്ര രാഷ്ട്രങ്ങളിൽ പോലും അത് സംഭവിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് നിൽക്കുമ്പോഴും നമുക്ക് ഇനിയൊരു മുൻകരുതലോ ഇത്തരം എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നറിയണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഡാറ്റകളും വിവരശേഖരണങ്ങളും എല്ലാം തന്നെ കൃത്യമായി നടക്കുകയും അത് ഓരോ സാധാരണക്കാരനും ഇനി അതൊന്നുമല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരെങ്കിലും അറിഞ്ഞിരിക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതൊരു വലിയൊരു വിഷമം പിടിച്ചൊരു കാര്യമാണത്. ഇന്ത്യ മാത്രമല്ല, ഞാൻ ചില വിദേശ രാജ്യങ്ങളിലൊക്കെ ലോകാരോഗ്യ സംഘടന വർക്ക് ചെയ്യുമ്പോൾ അവരുടെ രോഗത്തിൻ്റെ സർവേ എന്നും പ്രിവലൻസ് സർവേ, നിങ്ങളുടെ രാജ്യത്ത് ഇത്ര പേർക്ക് രോഗമുണ്ടാകാൻ ഒരു എസ്റ്റിമേറ്റ് വരുമ്പോഴത്തേക്ക് പലപ്പോഴും മന്ത്രിമാർ പറയാൻ സമ്മതിക്കില്ല. ലോകാരോഗ്യ സംഘടന ബുദ്ധിമുട്ടിലായിപ്പോവും. ഇത് ഇന്ത്യയിൽ സംഭവിച്ചു. കോവിഡ് വന്നപ്പോഴത്തേക്ക് കൃത്യമായ കണക്കുകൾ മറ്റ് രാജ്യങ്ങളെപ്പോലെ നമ്മളും പുറത്ത് പറയാതെയും ഒളിപ്പിക്കുകയൊക്കെ ചെയ്തതിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് കേരളത്തിൽ ഒരുപാട് ചർച്ചയായതാണ്. അത് ഗവൺമെൻറ്റുകൾക്ക് പറ്റിപ്പോകുന്നതാണ്. കാരണം രോഗം കൂടുതൽ വരുന്നത് ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താനൊരു ഉപാധിയായി മാറുമെന്ന് ചോദിച്ചിട്ട് കണക്ക് കാണിക്കാതിരിക്കുക. അതുകൂടാതെ തന്നെ ഈ കണക്ക് സമാഹരിച്ചിട്ട് ഇപ്പോൾ കേരളത്തിൽ കോവിഡിനെ പറ്റിയുള്ള നല്ല
എന്താണ് പ്രസിദ്ധീകരണങ്ങളോ ആർട്ടിക്കിളുകളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഡേറ്റ മുഴുവൻ ഗവൺമെൻറ് കയ്യിലാണ്, രാജ്യത്തു തന്നെയാണ്. ICMR ഡേറ്റ മുഴുവൻ ഉണ്ട്. അപ്പോൾ ഇത് ഡേറ്റ ഗവേഷകർക്ക് ലഭ്യമാകാതെ വരുമ്പോൾ എന്ത് പറ്റും? ഇതെന്താണ് സംഭവിച്ചതെന്നറിയില്ല. നമുക്ക് ഏത് പ്രദേശക്കാരനാണ്, ഏത് പ്രായക്കാരനാണ്, ഏത് രോഗമുള്ള ആൾക്കാണ്, ഇത്തരം ഇൻഫർമേഷൻ മുഴുവൻ പല സർക്കാർ ഓഫീസുകളിലും അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. ഇതിനകത്ത് ഗവൺമെൻറ്റുകൾക്ക് പരിമിതികളുണ്ട്. കാരണം അവർക്ക് ഉള്ള സ്റ്റാഫിനെ വെച്ച് സർക്കാർ സംവിധാനങ്ങൾ ഓടിക്കണം. അപ്പോൾ സ്വകാര്യ ഗവേഷകരുണ്ട്, യൂണിവേഴ്സിറ്റികളുണ്ട്. തിരുവനന്തപുരത്തിന് 2 പൊതുജനാരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് ഉണ്ട്. ഞാൻ പഠിച്ച ശ്രീത്രയിൽ അച്യുതമേനോൻ സെൻ്ററുണ്ട്. ഈ പ്രസ്ഥാനങ്ങളെയൊക്കെ ഉപയോഗിച്ച് ഈ നമ്മുടെ ഡേറ്റ മുഴുവൻ അനലൈസ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളെന്തുകൊണ്ടാണ് കാലാവസ്ഥ നാളെ മഴയുണ്ടാകില്ല അടുത്ത ആഴ്ച മഴയുണ്ടാകുന്നതെന്ന് പറയുന്നത്? പഴയ അനുഭവങ്ങൾ നമ്മൾ ഡേറ്റ വെച്ച് പഠിച്ചിട്ട് നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നതുകൊണ്ടാണ്. രോഗങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ പുകവലിക്കുന്ന ആൾക്ക് ശ്വാസകോശ ക്യാൻസർ വരാമെങ്കിൽ വായിൽ ക്യാൻസർ വരാമെന്ന് പറയുന്നത് നമ്മുടെ അനുഭവങ്ങളുടെ ഡേറ്റ ഉള്ളതുകൊണ്ടാണ്, നമ്മുടെ വ്യക്തിപര അനുഭവം വെച്ച് പറയുന്നതല്ല. അപ്പോൾ ഇതുപോലെ കോവിഡിൻ്റെ കാര്യത്തിൽ നമുക്ക് ഡേറ്റ, നമ്മുടെ വിവരങ്ങൾ മുഴുവൻ ഗവേഷണത്തിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കുന്ന ഒരു വലിയ നഷ്ടമാണ്. അത് ഇനി ഉപയോഗിച്ചാൽ പോലും ഒരു പക്ഷേ ലാഭമാണ്. ഇത് ഇന്ത്യയുടെ കേരളത്തിൻ്റെ പ്രശ്നമല്ല, രാഷ്ട്രീയവും ആരോഗ്യം തമ്മിൽ കൂടി കുഴയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുരന്തമാണ്. അത് ആരോഗ്യ പ്രവർത്തന നിലയ്ക്ക്, പ്രത്യേകിച്ച് പൊതുജനാരോഗ്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത ഒരു മെഡിക്കൽ ഡോക്ടർ നിലയ്ക്ക് തന്നെ ഞങ്ങളെപ്പോലെ ഒരുപാട് പേരെ വേദനിപ്പിക്കുന്നൊരു കാര്യമാണ്. ഈ കോവിഡ് മാറ്റി നിർത്തിയാൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ മനുഷ്യർ കുറേ കൂടി ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിച്ച് അതിനുവേണ്ട മുൻകരുതലെടുത്ത് കൂടുതൽ വ്യായാമങ്ങൾ ചെയ്തു പോകുന്ന രീതിയിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് നേട്ടവും ഉണ്ടാകുന്നുണ്ട്, കോട്ടവും ഉണ്ടാകുന്നുണ്ട്. കാരണം ഒരു തരത്തിലും ഒരു അംഗീകൃത ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ തന്നെ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ ഒരുക്കുന്ന ഭാഗമൊക്കെ നിൽക്കുന്നുണ്ട്. അത് അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് അതിനെയൊക്കെ നമ്മൾ നോക്കിക്കാണേണ്ടതും വിലയിരുത്തപ്പെടേണ്ടതും അത് സ്വീകരിക്കേണ്ടതും? നമ്മളിതൊക്കെ പറയുമ്പോഴും നമ്മുടെ മൊത്തത്തിൽ ലോകത്ത് എല്ലായിടത്തും തന്നെ മനുഷ്യരുടെ ജീവിത നിലവാരത്തിലൊക്കെ മെച്ചം വന്നതുകൊണ്ട് ആരോഗ്യത്തിന് മെച്ചം ഉണ്ടായിട്ടുണ്ട്. ഭക്ഷണം കൂടുതൽ പേർക്ക് ലഭ്യമാണ്, പാർപ്പിട സൗകര്യം, ഇതെല്ലാം മെച്ചപ്പെടുന്നതനുസരിച്ച്, സാമൂഹിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതനുസരിച്ച് ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും. അതിനകത്ത് മെഡിക്കൽ സമൂഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുമ്പോഴത്തേക്ക് മനുഷ്യൻ്റെ ശരാശരി ആയുസ് 30കൾക്കടുത്തായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ അത് 70 ഉണ്ട്. കേരളത്തിലത് 78 വയസ്സ് വരെ പോകുന്നുണ്ട് സ്ത്രീകൾക്ക്. അപ്പോൾ മനുഷ്യൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യ കാര്യങ്ങളിൽ മെച്ചമുണ്ടായിട്ടുണ്ട്. അത് മനുഷ്യൻ്റെ ശരാശരി ആയുസിൻ്റെ കാര്യത്തിലായാലും ജീവിത നിലവാരത്തിൻ്റെ കാര്യത്തിലായാലും. വയറിളക്കം വന്ന് പണ്ട് കിണറ്റിലെ വെള്ളം കുടിച്ച്, ശുദ്ധീകരിക്കാത്ത കിണറ്റിലെ വെള്ളം കുടിച്ച് മനുഷ്യൻ മരിച്ചു പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കിണറിലെ വെള്ളം പോയി ശുദ്ധീകരിക്കാനുള്ള ക്ലോറിൻ ഗുളിക എങ്ങനെ ഉപയോഗിക്കണം നമുക്ക് നാട്ടിൻപുറത്തുകാർക്കും അറിയാം. അപ്പോൾ അത്തരത്തിൽ പിന്നെ മരുന്നുകൾ, പണ്ട് അണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടാലേ മിക്കവാറും മരിച്ചു പോകും. പെൻസിലിൻ 1940 പെൻസിലിൻ, പിന്നെ സ്ട്രെപ്റ്റോമൈസിൻ, ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എത്ര കോടി മനുഷ്യരാണ് അത് കാരണം രക്ഷപ്പെട്ടത്. പക്ഷേ നമ്മൾ പലരും ജീവിച്ചിരിക്കുന്നത് തന്നെ നമ്മുടെ പിതാമഹന്മാരാരെങ്കിലും പെൻസിലിൻ കൊണ്ട് രക്ഷപ്പെട്ടുകൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ആൻറ്റിബയോട്ടിക്കുകൾ വന്നു അണുബാധകളെ ചികിത്സിക്കാവുന്നത്. ക്ഷയരോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു വർഷം 1 കോടിയിലധികം പേർക്ക് ലോകത്ത് ക്ഷയരോഗം ഉണ്ടാകുന്നുണ്ട്. ദുഃഖകരമാണ്. അതിൻ്റെ 25% അത് ഇന്ത്യയിലാണ്, 27 ലക്ഷത്തോളം. പക്ഷെ അത് വരുമ്പോഴും അതിനെ പൂർണ്ണമായി ചികിത്സിക്കാനുള്ള മരുന്ന് നമ്മുടെ കയ്യിലുണ്ട്, ആൻറ്റിബയോട്ടിക് ഉണ്ട്. മറ്റ് പല സാഹചര്യങ്ങൾ കാരണം മനുഷ്യർക്ക് വീണ്ടും ക്ഷയരോഗം വരുന്ന അല്ലെങ്കിൽ ചികിത്സ മുടങ്ങിപ്പോകുന്നതൊക്കെയാണ്. അപ്പോൾ മൊത്തത്തിൽ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. പിന്നെ സാങ്കേതിക സൗകര്യങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രത്തിലെ കണ്ടുപിടുത്തങ്ങൾ. പണ്ടൊരു എക്സ്റേ കൊണ്ട് നമ്മുടെ പടം അറിയാമെങ്കിൽ അല്ലെങ്കിൽ നേരിലറിയാമെങ്കിൽ ഇന്ന് നമ്മുടെ രക്തോട്ടം പോലും തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ സ്കാനുകൾ വികസിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരം തുറക്കാതെ തന്നെ പല രോഗങ്ങളും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അല്ലെങ്കിൽ ശരീരത്തിൽ വലിയ മുറിവുകളുണ്ടാക്കാതെ താക്കോൽ ദ്വാരത്തിൻ്റെ ചെറിയ ദ്വാരത്തിലൂടെ ഓപ്പറേഷനുകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ശാസ്ത്ര സാങ്കേതിക രംഗത്തും വികാസം ഉണ്ടായതുകൊണ്ട് ലോകത്ത് മൊത്തത്തിൽ ഒരു ആരോഗ്യരംഗത്ത് മെച്ചം ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും പ്രശ്നങ്ങളുണ്ട്. നമ്മൾ മെച്ചപ്പെട്ട ചികിത്സയെന്ന് പറയുമ്പോൾ ഇപ്പോൾ സർക്കാരിന് എല്ലാ ചികിത്സയും സൗജന്യമായി കൊടുക്കാൻ പറ്റില്ല, എല്ലാം പറ്റില്ല. അപ്പോൾ എന്താ പറ്റും? സ്വകാര്യ ആശുപത്രികൾ ആ രംഗത്തേക്ക് പ്രവർത്തിക്കേണ്ടി വരും. ഇപ്പോൾ കേരളത്തിൽ തന്നെ അസുഖം വന്ന, ഇന്ത്യയിലും പൊതുവെ അങ്ങനെയാണ്, 70% പേരും സ്വകാര്യ ആശുപത്രിയിലാണ് പോകുന്നത്. സ്വകാര്യ ആശുപത്രികൾ സൗജന്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല. അതുവഴി സൗജന്യമായിട്ട് ഗവൺമെൻറ് കൊടുക്കുന്ന സംവിധാനങ്ങൾ പലപ്പോഴും പ്രവർത്തിക്കാറില്ല. ഇപ്പോൾ നമുക്ക് തന്നെ കേരളത്തിൽ നിലച്ചു പോയിരിക്കുകയാണ്. അപ്പോൾ അസുഖം വന്നു കഴിഞ്ഞാൽ കൃത്യമായി കണ്ടുപിടിക്കും. ഏത് പാവപ്പെട്ടവനും ഏതെങ്കിലും ആശുപത്രി ചെല്ലുമ്പോഴത്തേക്ക് ചികിത്സ ഇന്നതാണ് വേണ്ടതെന്ന് പറയാനും ഡോക്ടർക്ക് കഴിയും. പക്ഷേ ചികിത്സ താങ്ങാൻ കഴിയുന്നില്ല. ഈ ദരിദ്രന് കൂടുതൽ അസുഖങ്ങൾ വരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം അവരുടെ ജീവിത സാഹചര്യങ്ങൾ മോശമായതുകൊണ്ട്. അവൻ ചികിത്സയും കൂടെ കഴിയുമ്പോൾ പരമദരിദ്രനാവും.
കാറ്റാസ്ട്രോഫിക് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നതാണ്. ചികിത്സ കൊണ്ട് പൂർണ്ണ ദാരിദ്ര്യത്തിലെത്തിപ്പോകും. ഇന്നും ഒരാളുടെ വീട്ടിൽ നിന്ന് വരികയാണ്, ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് തോന്നുന്നു, ഒരു 35 വയസ്സുള്ള ഒരാൾക്ക് കരൾ മാറ്റ ശസ്ത്രക്രിയ ഡോക്ടർ പറഞ്ഞിരിക്കുക, എന്നാലേ അയാൾക്ക് തുടർ ജീവിതം സാധ്യമാവുള്ളൂ. ഭാര്യ തയ്യാറാണ് കരൾ കൊടുക്കാനായിട്ട്, പക്ഷേ അതിൻ്റെ ചിലവ് 24 ലക്ഷമാണ് ആശുപത്രിനെ കുറിച്ചിരിക്കുന്നതെന്ന്. അമൃത ആശുപത്രി തന്നെയാണ്, അവിടെ റേറ്റ് കുറവാണ്, എന്നിട്ട് 24 ലക്ഷം രൂപ വേണം. ഇതിനെവിടെ പോകുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഒരു കുടുംബം. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. നമുക്കെന്ന് പറഞ്ഞാൽ രോഗം കൃത്യമായി കണ്ടുപിടിച്ചു. ലോകത്തെ ഏറ്റവും പ്രശസ്തരിൽ ഒരാളായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളെ സുധീന്ദ്രൻ ലിവർ സർജനാണ്, അല്ലെങ്കിൽ കരൾമാറ്റ ശസ്ത്രക്രിയ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സേവനം ലഭ്യമാണ്. അമൃത ആശുപത്രി ചികിത്സിക്കാൻ തയ്യാറാണ്. ഏറ്റവും കുറഞ്ഞ ചിലവെന്ന് പറയുന്നത് 24 ലക്ഷം രൂപയാണ്. ഇതിന് ഇവരെവിടെ പോകും? ഈ ഒരു യാഥാർത്ഥ്യം നമ്മളെ തുറച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ അതിന് സംവിധാനങ്ങൾ വേണം. സർക്കാർ സംവിധാനങ്ങളും പലതും പ്രവർത്തിക്കാതെ വരുന്നുണ്ട്. ഇൻഷുറൻസ് സംവിധാനങ്ങൾ, ജനങ്ങളെ നേരത്തെ ഇൻഷുറൻസിലേക്ക് ചേർക്കുന്ന ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതൊരു വലിയ വിഷയമാണ്. ഞാൻ പറഞ്ഞത് നേരത്തെ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞതാണ്. ഒരുപാട് ചികിത്സാ സംവിധാനങ്ങളുണ്ട്. ഇന്നലെ കണ്ടുപിടിച്ച ശാസ്ത്രം പോലും ഇന്ന് ഉപയോഗിക്കാൻ പറ്റും. കോവിഡ് വാക്സിൻ അങ്ങനെയാണല്ലോ ഉപയോഗിച്ചത്. പക്ഷേ ഇത് മനുഷ്യന് താങ്ങാൻ പറ്റുന്ന രീതിയിലല്ല എന്നുള്ളൊരു ദുരന്തവും കൂടി വരും. അതായത് നമ്മുടെ പൊതുജനാരോഗ്യ മേഖല നമ്മൾ മെച്ചപ്പെട്ടു എന്ന് പറയുമ്പോഴും ഇപ്പോഴും നമുക്കതിന് പരിമിതികളുണ്ട്. ഞാൻ എൻ്റെ വിദ്യാർത്ഥിയോട് ഞാൻ പറയാറുണ്ട്, നമുക്ക് ആശുപത്രിയുടെ ഏറ്റവും മുന്നേ താമസിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ചികിത്സയിലെ ആക്സസ്, നമ്മൾ ഫിസിക്കൽ ആക്സസ് പറയും. ആശുപത്രിയുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ കച്ചവടം നടന്ന സ്ത്രീകളുണ്ട്, വൃദ്ധരായവരൊക്കെ. അവരാണ് ആശുപത്രിയുടെ ഏറ്റവും മുന്നിലിരിക്കുന്നത്. പക്ഷെ അവരുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്കൊരു അസുഖം വന്ന് ഇതിട്ടിട്ട് പോകാൻ പറ്റില്ല. അവരുടെ വേഷവിധാനങ്ങൾ, ചിലപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു ധനികൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ മുന്നിൽ കയറിപ്പോവും. അപ്പോൾ നമുക്ക് പലതരത്തിൽ സർക്കാർ ആശുപത്രിയിൽ പോലും നമുക്ക് ചിലപ്പോൾ പാവപ്പെട്ടവന് ചികിത്സയ്ക്ക് പ്രയോറിറ്റി അല്ലെങ്കിൽ പരിഗണന കുറഞ്ഞു പോകുന്ന സാഹചര്യമുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അടുത്ത കാലത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സീനിയർ ഉദ്യോഗസ്ഥനോട് സംസാരിച്ചു. അവിടെ 8 വെന്റിലേറ്റർ മറ്റാണുള്ളത്. അതിൻ്റെ ഇരട്ടി റിക്വസ്റ്റ് അന്ന് തന്നെ ഉണ്ട്. എല്ലാ മന്ത്രിമാരും, സാറിന് ജനങ്ങൾക്ക് സാധിക്കാരും അവർ മന്ത്രി എടുത്തു, മുഖ്യമന്ത്രി എടുത്തു, പ്രതിപക്ഷ നേതാവ് എടുത്തു. ഈ റിക്വസ്റ്റ് വന്ന് എന്ത് ചെയ്യാൻ? വെന്റിലേറ്റർ കിടക്കുന്ന ഒരാളെ മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളുണ്ട്. വെന്റിലേറ്റർ ഇല്ലാതിരുന്നൊരു കാലത്തിനെപ്പറ്റി ആലോചിക്കില്ല, പക്ഷേ ലഭ്യമാണ്. ചിലപ്പോൾ ഒരു 20,000 25,000 ജീവിതം ചിലപ്പോൾ നീട്ടിയെടുത്ത് പിന്നെ അയാൾ ഒരു 50 വർഷം ജീവിച്ചു എന്ന് വരും. അപ്പോൾ ഈ ചികിത്സയ്ക്ക് സംവിധാനങ്ങളെ പറ്റി നമുക്കറിയാം, ശാസ്ത്രമറിയാം, പക്ഷേ സംവിധാനങ്ങൾ, ഭൗതിക സാഹചര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കുറവ് ഇപ്പോഴും ഉണ്ട്. ആരുടെയും കുറ്റമല്ല. ഏത് ഗവൺമെൻറ്റും എല്ലാ പണവും ചികിത്സയ്ക്ക് മുടക്കിയാൽ പിന്നെ സ്കൂൾ തുടങ്ങാനോ പാലം വയ്ക്കാനോ പൈസ ഉണ്ടാകുന്നില്ല. പണം പരിമിതമാണ്. ഇതൊരു വലിയ വിഷയമാണ്. ഒറ്റ ചർച്ചയിൽ നമുക്ക് തീർക്കാൻ പറ്റുന്നതല്ല. പക്ഷേ അതിനകത്ത് ജനപങ്കാളിത്തവും സമൂഹ പങ്കാളിത്തവും സർക്കാർ പങ്കാളിത്തവും സർക്കാരിതര പ്രസ്ഥാനങ്ങളുടെ പങ്കാളിത്തവും, ഇപ്പോൾ CSR ഫണ്ടൊക്കെ ഉപയോഗിച്ച് ചികിത്സ നടന്നില്ല. അപ്പോൾ അതുപോലെ സംവിധാനങ്ങൾ വളർന്നു വരണം. അല്ലെങ്കിൽ നമ്മൾ നോക്കിയിരിക്കുമ്പോൾ പലരും മരിച്ചു പോകും. നേരത്തെ പറഞ്ഞ പോലെ ഈ പകർച്ചവ്യാധികൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതിൽ നമുക്കിപ്പോഴും ആ നേട്ടം കൈവരിക്കാനുണ്ട്. ഇപ്പോൾ ക്ഷയരോഗം വീണ്ടും തലപൊക്കി തുടങ്ങിയിരിക്കുന്നത് കുറേ കൂടി നേരത്തെ സൂചിപ്പിച്ച പോലെ ലോകത്തുള്ളതിൽ 25% ഇന്ത്യയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പരിസ്ഥിതി മലിനീകരണം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടി നമ്മുടെ ഭക്ഷണ രീതികൾ ഇതൊക്കെ തന്നെ നമ്മുടെ ആരോഗ്യ അവസ്ഥയെ മോശമാക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ പകർച്ചവ്യാധികളെ എങ്ങനെയാണ് നമുക്കിനി മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു മാർഗം, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും നമ്മൾ ഇനി മുന്നോട്ട് വയ്ക്കേണ്ടത്? നല്ലൊരു ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധികൾ നമുക്ക് വലിയ പ്രശ്നമായിരുന്ന വസൂരി ലോകത്ത് ഇപ്പോൾ മുഴുവൻ നിർമ്മാർജ്ജനം ചെയ്ത് കഴിഞ്ഞു 70-കളിൽ തന്നെ. ഇപ്പോൾ ആ രോഗമില്ല. പോളിയോ രോഗം, അംഗവൈകല്യമൊക്കെ ഉണ്ടാക്കുന്ന പോളിയോ രോഗം, അത് ഇന്ത്യയിലിപ്പോൾ 2014 തൊട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ, മെച്ചപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് രോഗങ്ങളെ നമുക്ക് ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ച് ചികിത്സിക്കാൻ പറ്റും. പല സാംക്രമിക രോഗങ്ങളെ വാക്സിൻ, പ്രതിരോധ മരുന്ന് കഴിച്ചോ കുത്തിവെച്ചോ ഒഴിവാക്കാൻ പറ്റും. ഇതൊക്കെ പറയുമ്പോഴും ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊല്ലുന്ന സാംക്രമിക രോഗമായ ക്ഷയരോഗം ഇന്ത്യയിൽ കൂടുതലായത് ഇന്ത്യയിലെ മറ്റു പല കാരണങ്ങളുകൊണ്ടാണ്. ഇപ്പോൾ ഡോക്ടറും രോഗിയും മരുന്നുകൾ ചേർന്ന രോഗം മാറില്ല. ഇതിൻ്റെയൊക്കെ അപ്പുറത്തേൽ ഒരുപാട് സോഷ്യൽ ഡിറ്റർമിനൻസ് എന്നൊക്കെ പറയും. ഇപ്പോൾ ഇന്ത്യയിലുള്ള ശരാശരി ക്ഷയരോഗം, ഇന്ത്യയിലിപ്പോൾ ഒരു വർഷം 1,00,000 പേരിൽ 200ഓളം പേർക്ക് ക്ഷയരോഗം വരുന്ന ഒരു കണക്കുണ്ടെങ്കിൽ അതിൻ്റെ 4 ഇരട്ടിയായിരിക്കും ബോംബെയിലെ സ്ലമ്മിൽ. കാരണം അവിടെ ചെറിയ മുറിക്കകത്ത് ചിലപ്പോൾ 15 പേരായിരിക്കും രാത്രി ഉറങ്ങുന്നത്. ഒരാൾക്ക് ക്ഷയരോഗം ഉണ്ടെങ്കിൽ വായുവിലൂടെ അടുത്ത ആൾക്ക് പകരും. അവിടെ അവർക്ക് ആശുപത്രി ഉണ്ടായിരിക്കും, പക്ഷേ രാവിലെ തൊഴിലേക്ക് പോകുന്നവന് എവിടെ ആശുപത്രിയിൽ പോയി പരിശോധിക്കാൻ? അപ്പോൾ ക്ഷയരോഗം കൊണ്ട് നടന്നു എന്ന് വരും. മരുന്ന് 6 മാസം കഴിക്കണം. പാവപ്പെട്ട മനുഷ്യർ
3 ആഴ്ച 4 ആഴ്ച മരുന്ന് കഴിക്കും, ചുമ മാറിയാൽ അവൻ മരുന്ന് കഴിക്കാൻ മറന്നു പോകും, അല്ലെങ്കിൽ മരുന്ന് വേണ്ടാന്ന് ചോദിക്കും. അപ്പോൾ ഇങ്ങനത്തെ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ മരുന്നിനും ഡോക്ടർക്കും രോഗിക്കും അപ്പുറത്തുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് രോഗങ്ങളുടെ വ്യാപനവും നിയന്ത്രണവും ഒക്കെ തീരുമാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും ഒരു ധനിക രാഷ്ട്രമല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങൾ. നമുക്ക് റിസോഴ്സ് ഉണ്ട്, പക്ഷേ എല്ലാം ആരോഗ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു ഉദാഹരണം പറയാം. ബോംബെയിൽ ഞാൻ പറഞ്ഞു, ഒരു വർഷം 60,000 പേർക്ക് ക്ഷയരോഗം വരുന്നുണ്ട്. ഒരു വർഷം. അമേരിക്ക, ഇന്ത്യയുടെ 1/3 ജനസംഖ്യയുള്ള അമേരിക്കയിൽ ഒരു വർഷം 8,000-9,000 പേർക്ക് ആ രാജ്യത്ത് ക്ഷയരോഗം വരുന്നുള്ളൂ. അവിടെ ക്ഷയരോഗം അപൂർവമാണ്. പക്ഷെ നമ്മുടെ ബോംബെ നഗരത്തിൽ മാത്രം 60,000 പേർക്ക് ക്ഷയരോഗം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ നമുക്ക് ജനസംഖ്യയുടെ പ്രശ്നം, നമുക്ക് റിസോഴ്സ് സമ്പത്തില്ലാത്തതിൻ്റെ പ്രശ്നം, ഉള്ള സമ്പത്ത് തുല്യമായി വീതിക്കപ്പെടാത്തതിൻ്റെ പ്രശ്നം, മറ്റ് ഭൗതിക സാഹചര്യങ്ങളുടെ കുറവ്, അറിവ് കുറവ്. ഇപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് ആരോഗ്യം മെച്ചപ്പെട്ടിരിക്കുന്നത്? സാക്ഷരത ഇത്രയും കൂടുതലായതുകൊണ്ടാണ്. പ്രത്യേകിച്ച് സ്ത്രീ സാക്ഷരത. ഉത്തർപ്രദേശിൽ, ബീഹാറിൽ പോയി കഴിഞ്ഞാൽ മനുഷ്യരുടെ സാക്ഷരത വളരെ കുറവാണ്. അവരുടെ പ്രൈമറി പ്രശ്നങ്ങൾ, പ്രാഥമിക പ്രശ്നങ്ങൾ വേറെയാണ്. അപ്പോൾ അവർ ചിലപ്പോൾ വാക്സിനേഷൻ എടുക്കാൻ കൊച്ചിനെ കൊണ്ടുപോകുമ്പോൾ അവൻ്റെ ഒരു തൊഴിൽ പോകും. അപ്പോൾ ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഭക്ഷണത്തിന് വാക്സിനേക്കാൾ, പ്രതിരോധ മരുന്നിനേക്കാൾ വാല്യൂ വരുന്നൊരു ദിവസമുണ്ട്. അപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരുപാട് വർഷങ്ങൾ ഇനി എടുക്കും ഇന്ത്യ മൊത്തത്തിൽ മെച്ചപ്പെട്ട് എല്ലാ കാര്യത്തിലും ആരോഗ്യരംഗത്ത് മെച്ചപ്പെട്ട് വരാൻ. പക്ഷേ അതിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. പഴയ ഇന്ത്യയല്ല നമ്മൾ കഴിഞ്ഞ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യ. നമ്മുടെ തുടക്കം മുതലേ ഉള്ള ജനാധിപത്യ സംവിധാനങ്ങൾ ഉണ്ടാക്കി. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസൊക്കെ ആലോചിച്ചു എത്ര വർഷങ്ങളായി. വലിയ ലബോറട്ടറികൾ. നമ്മൾ വാക്സിൻ, എന്തുകൊണ്ടാണ് വാക്സിനെ ലോകത്ത് ഏറ്റവും വലിയ വാക്സിൻ പ്രൊഡ്യൂസറായിട്ട് വരുന്നത്? ഗവൺമെൻറ്റിലും പ്രൈവറ്റിലും വാക്സിൻ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ നമ്മൾക്കുണ്ട്, മരുന്നുശാലയുണ്ട്. ലോകത്ത് പല രാജ്യങ്ങളിൽ സ്ഥിരമായി പോകുന്ന ആളാണ് ഞാൻ. പല ആഫ്രിക്കൻ രാജ്യങ്ങൾ, വളരെ വിദൂരമായ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് എടുത്ത് നോക്കുമ്പോൾ HIV-യുടെയോ ക്ഷയരോഗത്തിൻ്റെ മരുന്നെടുത്തത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. അപ്പോൾ ലോകത്തിന് താങ്ങാവുന്ന വിലയിൽ മരുന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു, വാക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു. അപ്പോൾ ഇന്ത്യ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട്. പക്ഷെ അത് പറയുമ്പോഴും അങ്ങ് നേരത്തെ സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് നമ്മൾ വിദ്യാസമ്പന്നരാണ് എന്ന് പറയുമ്പോഴും നമ്മൾ ഇപ്പോഴും ചില സ്ഥലങ്ങളിലെങ്കിലും ഈ മതപരമായ ചില ഇതൊക്കെ നിർത്തിക്കൊണ്ട് സ്വയം ചികിത്സാ രീതികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനൊരു പരിഹാരം എന്ന നിലയിൽ നമ്മൾ കുറേ കൂടി മുന്നോട്ട് പോകേണ്ടതല്ലേ? ജനങ്ങളുടെ അവബോധം കൂടുക തന്നെ മാത്രമേ വഴിയുള്ളൂ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന തന്നെ റിയാക്ട് എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര പ്രസ്ഥാനത്തിൻ്റെ ഏഷ്യ പസഫിക് ഡയറക്ടറായിട്ടാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിനെതിരെ പ്രവർത്തിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക്കുകൾ, ഞാൻ പറഞ്ഞു 1940-കളിൽ ആൻറ്റിബയോട്ടിക് ഒന്നുകൂടി മനുഷ്യർ രക്ഷപ്പെടാൻ തുടങ്ങി. ഇപ്പോൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ കൃത്യമല്ലാത്ത ഉപയോഗം കാരണം, അല്ലെങ്കിൽ വേണ്ട അളവിൽ ഉപയോഗിക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത അവസരങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ കൃത്യം ഡോസിൽ ഉപയോഗിക്കാത്തതുകൊണ്ട് ഈ ആൻറ്റിബയോട്ടിക്കുകളെ അതിജീവിക്കാനുള്ള ശക്തി ബാക്ടീരിയകൾക്കുണ്ടായി കഴിഞ്ഞു. മുമ്പ് അണുബാധ ആൻറ്റിബയോട്ടിക് കൊടുത്ത് പൂർണ്ണമായി മാറ്റാമെങ്കിൽ ചിലപ്പോൾ ഇത് കുഴപ്പം ഏൽക്കുന്ന പോലുമില്ല. ക്ഷയരോഗരംഗത്ത് ആ പ്രശ്നമുണ്ട്. മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബി എന്നൊക്കെ പറയും. ക്ഷയരോഗ അണുവിനെ പൂർണ്ണമായും കൊല്ലാനുള്ള മരുന്നുകൾക്കെതിരെ പ്രവർത്തിക്കാൻ കഴിയും, അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ബാക്ടീരിയകൾ, ക്ഷയരോഗ ബാക്ടീരിയകൾ ഉള്ളത് കാരണം ചിലപ്പോൾ ചികിത്സ വളരെ നീട്ടിയെടുക്കേണ്ടി വരും. ആ മരുന്നുകളുടെ വീര്യം തന്നെ വലിയ പ്രശ്നമായി വരും. അതിനിടെ ചിലപ്പോൾ ആൾ മരിച്ചു എന്ന് വരും. അപ്പോൾ സ്വയം ചികിത്സ അപകടമാണ്, അത് ഒഴിവാക്കേണ്ടതാണ്. പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് നമ്മൾ ചുമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് തരുന്ന ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് മരുന്നായിരിക്കും. നമ്മൾ ഒരു ഡോക്ടർ കൃത്യമായി പറയേണ്ട, അല്ലെങ്കിൽ ഇത്ര ദിവസം തീരുമാനിക്കേണ്ടതായിരിക്കും. അപ്പോൾ അതിൽ ഒരാഴ്ച കഴിക്കേണ്ട മരുന്ന് ചിലപ്പോൾ രോഗിയുടെ കയ്യിൽ 2 ദിവസത്തെ പൈസയെ കാണുള്ളൂ. ചിലപ്പോൾ അല്ലെങ്കിൽ പകുതി ഡോസായിരിക്കും വാങ്ങിച്ചുകൊണ്ട് പോയി കഴിക്കുന്നത്. അപ്പോൾ അസുഖം മാറില്ല എന്ന് മാത്രമല്ല, അടുത്ത പ്രാവശ്യം ഈ ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ അസുഖം മാറാത്ത രീതിയിലേക്ക് ഇപ്പോഴേ മോശമാകുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ സ്വയം ചികിത്സയുടെ ഒരുപാട് അപകടങ്ങളുണ്ട്. പിന്നെ വ്യത്യസ്ത ചികിത്സാ രീതികളിലെ തർക്കവും ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടൊരു ഗവൺമെൻറ് ഒരു ആരോഗ്യ നയമുണ്ട്, പക്ഷേ പലപ്പോഴും പ്രാവർത്തികമാക്കുന്ന കാര്യത്തിൽ പരാജയം സംഭവിക്കും. പിന്നെ വേറെ ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നാട്ടുവൈദ്യൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്, നാട്ടുവൈദ്യന് പറയും അത് ചെയ്യാൻ കഴിയില്ല എന്ന്. പക്ഷേ ആ സമയം നഷ്ടപ്പെടുകയാണ്. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അതിനെതിരെയുള്ള പ്രതിരോധ മരുന്നുള്ള ആശുപത്രിയിൽ തന്നെ കൊണ്ടുപോകണം. എല്ലാ പാമ്പുകൾക്കും വിഷമില്ല, ചെറിയ ശതമാനം പാമ്പുകൾക്ക് വിഷമുള്ളൂ. പക്ഷേ വിഷമുള്ള പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അത് കടിയേറ്റിട്ടുണ്ടെങ്കിൽ ആൾ മരിച്ചു പോകും. അപ്പോൾ മരുന്നുള്ള ആശുപത്രിയിൽ എത്തിച്ചിരിക്കണം. പേപ്പട്ടി കടിച്ചാൽ അത് തന്നെയാണ്. പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാൽ, പേയുള്ള പട്ടിയാണെങ്കിൽ അത് വാക്സിനേഷൻ എടുത്തില്ലെങ്കിൽ മരണം ഉറപ്പാണ് രോഗം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ പുതിയ ശീലങ്ങൾ വരണം. പാരമ്പര്യമൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാമെങ്കിൽ പോലും ആധുനിക ശാസ്ത്രം അത് ഈ പാരമ്പര്യ വൈദ്യന്മാർക്കും അറിയുന്നതാണ്. പക്ഷേ അവരും നിസ്സഹായരാണ്. അവർ തുണ്ടിയിലുമ്പോൾ ചിലപ്പോൾ അവർക്കും കൈയൊഴിയാൻ പറ്റാതെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പിന്നെ വാക്സിനേഷനുകൾ നിലവിൽ വരുന്നത്
ഒരുപാട് പരീക്ഷണത്തിന് ശേഷം മൃഗങ്ങളിലും മനുഷ്യ വോളണ്ടിയർമാരിലും പരീക്ഷിച്ചിട്ടാണ് ഒരു വാക്സിൻ ലോകത്ത് സാധാരണക്കാർക്ക് കൊണ്ടുവരുന്നത്. അതിനെതിരെയുള്ള ലോബികളുണ്ട്. നമുക്ക് തന്നെ അറിയില്ലേ, കോവിഡ് എന്നൊരു വൈറസേ ഇല്ലെന്നൊരു വൈദ്യൻ പറഞ്ഞു കളഞ്ഞു. അദ്ദേഹം പിന്നെ കോവിഡ് വന്ന് മരിച്ചു. അപ്പോൾ ഇത്തരം ആർക്കും എന്തും പറയാവുന്ന രീതി മാറണം. ശാസ്ത്ര വിഷയങ്ങൾ ശാസ്ത്രം പഠിച്ചവർക്ക് ലൈസൻസ് ഉള്ളവർ പറയുകയും പ്രയോഗിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ ഇന്നത്തെ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുള്ളൂ. അതോടൊപ്പം തന്നെയാണ് പാരമ്പര്യ വൈദ്യവും ഒപ്പം തന്നെ ആധുനിക വൈദ്യശാസ്ത്രവും തമ്മിലുള്ള ഒരു ഒന്നിച്ച് പോക്ക്. അതെങ്ങനെയാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഉപകാരപ്പെടുക? ഈ പാരമ്പര്യ രീതികൾ പലപ്പോഴും നല്ലതാണ്. ഇപ്പം നമ്മൾ സ്ട്രോക്ക് വന്നു പറഞ്ഞാൽ നമ്മൾ മസ്തിഷ്ക ആഘാതം വന്ന് 2-3 മണിക്കൂറുകൾക്കുള്ളിൽ എത്രയും പെട്ടെന്ന് ഗോൾഡൻ അവർ എന്നൊക്കെ പറയും എത്തിച്ചു കഴിഞ്ഞാൽ ചില മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ അങ്ങ് ഇല്ലാതാക്കാൻ കഴിയും ആ പ്രശ്നത്തെ. അതുകൊണ്ടാണ് ഇപ്പോൾ പലപ്പോഴും പക്ഷാഘാതം എന്ന് സംശയിച്ച് ആശുപത്രി കൊണ്ടുവന്ന് 2 മണിക്കൂറിനകത്ത് മരുന്ന് കൊടുത്തു കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ വേറെ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. പണ്ട് പക്ഷാഘാതം വന്നു കഴിഞ്ഞാൽ മാസങ്ങളോളം കിടക്കുകയിലാണ്. ചിലർ നടക്കണമെന്നില്ല, കിടപ്പായി പോവും, അല്ലെങ്കിൽ മുടന്തി നടക്കും, ഏന്തി നടക്കും. അത് ഒഴിവാക്കുന്ന ഇപ്പോൾ ആധുനിക വൈദ്യം ഉള്ളതുകൊണ്ടാണ്, ഈ മരുന്നുകളുണ്ട്. അതൊരു വൈദ്യനോ നാട്ടുവൈദ്യനോ ചെയ്യാൻ പറ്റില്ല, കാരണം ശരീരത്തിനുള്ളിലേക്ക് കുത്തിവെക്കേണ്ടതാണ്. പക്ഷേ അത് കഴിയുമ്പോഴത്തെ അല്ല ഒരാൾക്ക് താമസിച്ചു പോയി, ഏന്തി നടക്കുകയാണ്, മുടന്തുണ്ട്, ഇത്തരം പ്രശ്നങ്ങൾക്ക് ഫിസിയോതെറാപ്പി വേണ്ടി വരും. ഫിസിയോതെറാപ്പി തടവലും തിരുമലും ഒക്കെയാണ്. അത് നമ്മുടെ ആയുർവേദ സുഹൃത്തുക്കൾ ചെയ്യുന്നത് നല്ലതാണ്. കാരണം അവർക്ക് നമുക്ക് ഇഷ്ടമുള്ള മരുന്നുകളും നമുക്ക് ഇഷ്ടമുള്ള തൈലങ്ങളും നമ്മൾ ശീലിച്ച് നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. അപ്പോൾ വാട്സാപ്പിലൊക്കെ വിടുന്ന പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കപട നാണയങ്ങൾ, കള്ള നാണയങ്ങൾ മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി അസുഖത്തിൻ്റെ ഭയം എല്ലാവർക്കും ഉണ്ട്, താങ്കൾക്കുണ്ട്, എനിക്കുമുണ്ട്. ആ ഭയത്തെ മുതലെടുത്ത് അവനവൻ്റെ ചരക്ക് വിൽക്കാൻ നോക്കുന്ന ആ മനുഷ്യനെ നമ്മൾ തിരിച്ചറിയണം. അതെക്കാലവും ഉണ്ട്, പണ്ടുകൊണ്ട് ഇപ്പോഴുണ്ട്, തുടരുകയും ചെയ്യും. പക്ഷെ അതിനെ ചെറുത്ത് നിൽക്കുന്ന സമൂഹമായി നമ്മളും വളരേണ്ടതുണ്ട്. ഒരു കാര്യം കൂടിയുള്ളത് ക്യാൻസറാണ്. ഇപ്പോൾ നമുക്ക് ലോകമെമ്പാടും നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തുമൊക്കെ വലിയ രീതിയിൽ ഇത് വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് ചിലർ പറയും ചിലർക്ക് ഭക്ഷണത്തിൻ്റെ പ്രശ്നമാണെന്ന് പറയും, ചിലർ അമിതമായി ശീതളപാനീയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാകാം, അല്ലെങ്കിൽ മദ്യം ഉപയോഗിച്ചാണ്. പക്ഷേ ഇതൊക്കെ ഭക്ഷണം വളരെ കൃത്യമായി പരിപാലിച്ചു കൊണ്ടുപോകുന്നവർക്ക് വരും വളരെ പെട്ടെന്ന് ക്യാൻസറാണ് അറിയുന്നത്. ഏറ്റവും ഒടുവിലും അങ്ങനെ ചില സംഭവങ്ങൾ എനിക്ക് നേരിട്ട് അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിൽ നമ്മുടെ ഇടയിലേക്ക് ഇത് പടർന്നു കയറുന്നത്? ഇപ്പോൾ പല കാരണമുണ്ട്. ഡോക്ടർ എം വി പിള്ളയെ പോലുള്ള വലിയ പ്രമുഖന്മാരുടെ ചില യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, കണ്ടാൽ ഉപയോഗപ്പെടും. നമ്മൾ ക്യാൻസർ എന്നൊരു ഒരൊറ്റ അസുഖമല്ല, ഒരു ശരീരഭാഗത്തിൽ വരുന്ന ക്യാൻസറിന് പലതരത്തിലുണ്ട്. അതുകൊണ്ടാണ് ലങ് ക്യാൻസർ വന്ന ഒരു ക്രിക്കറ്റുകാരൻ രക്ഷപ്പെടുന്നതും വേറൊരാൾ 3-ാം മാസം മരിച്ചു പോകുന്നത്. അപ്പോൾ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിൽ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം വ്യത്യസ്തമായിരിക്കും. ക്യാൻസറുകൾ തന്നെ വ്യത്യസ്ത തരത്തിലുണ്ട്. മാറിലെ ക്യാൻസർ തന്നെ ചികിത്സ കഴിഞ്ഞിട്ട് 50 വർഷമൊക്കെ ജീവിച്ചിരുന്ന എനിക്ക് പോലും അറിയാം. പഴയ 50 വർഷം പോലെ ചികിത്സ കൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്, എന്നാൽ വന്നിട്ട് മാസങ്ങൾക്കുള്ളിൽ മരിച്ചപ്പോൾ ചിലതിൻ്റെ തീവ്രത ചിലത് പെട്ടെന്ന് പടരുന്നതായിരിക്കും, അതിൻ്റെ രൂക്ഷത കൂടുതലായിരിക്കും. അങ്ങനെ ഒരുപാട് വ്യത്യസ്ത കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളുടെ ക്യാൻസർ മാറി ഒരാളുടെ ക്യാൻസർ മാറുന്നില്ല അങ്ങനെ പറയുന്നതിനകത്തുള്ള തെറ്റിദ്ധാരണ മാറാം. രണ്ടാമത്, ക്യാൻസർ ജീവിതത്തിലെ രീതികൾ മാറ്റങ്ങൾ കൊണ്ടുമൊക്കെ ക്യാൻസർ കൂടുന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്, അത് ആരും അവഗണിക്കുന്നില്ല. പക്ഷേ ക്യാൻസർ വരുന്നതും മനുഷ്യൻ ജീവിച്ചിരിക്കുന്നതുകൊണ്ടും കൂടെയാണ്. ശരാശരി ആയുസ് 37 വയസ്സുള്ളപ്പോൾ അല്ലെങ്കിൽ 30 വയസ്സുള്ളപ്പോൾ മനുഷ്യൻ നേരത്തെ മരിച്ചു പോയി കഴിഞ്ഞാൽ പല രോഗങ്ങളും വരാൻ അവൻ ജീവിച്ചിരിക്കില്ല. കുട്ടികൾക്ക് വരുന്ന ക്യാൻസറും ഉണ്ട്. പക്ഷേ കൂടുതലൊക്കെ ജീവിച്ചിരിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന വേർ ആൻഡ് ടയറിൻ്റെ ഭാഗമായിട്ടുള്ളത് ക്യാൻസറാണ്. അപ്പോൾ അത് ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ്, പുകവലിക്കുന്ന ആൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് ചില 60-ാം വയസ്സിൽ ക്യാൻസർ വരുന്നത്. അപ്പോൾ നമ്മൾ ആരോഗ്യം മെച്ചപ്പെട്ടതുകൊണ്ട്, മനുഷ്യൻ്റെ ആയുസ് കൂടിയതുകൊണ്ട് മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ മരിക്കാൻ കാരണങ്ങൾ വേണ്ടേ? അപ്പോൾ ചെറുപ്പത്തിൽ മരിച്ചു പോയി ചിലപ്പോൾ ഈ ക്യാൻസർ വരാനുള്ള പ്രായം പോലും ആയെന്ന് വരില്ല. അപ്പോൾ ആ ഒരു കാരണവും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്, നമ്മൾ പകരുന്ന അല്ലാത്ത രോഗങ്ങൾ. ഇപ്പോൾ ക്ഷയരോഗം പകരുന്നതാണ്, ജലദോഷം പകരുന്നതാണ്, ഇങ്ങനത്തെ പല രോഗങ്ങളും പകർച്ചവ്യാധിയാണ്. കുഷ്ഠരോഗം പകരുന്നതാണ്. എന്നാൽ രക്തസമ്മർദ്ദം പകർച്ചവ്യാധിയല്ല. എനിക്ക് രക്തമുണ്ട്, രക്തസമ്മർദ്ദ രോഗമുണ്ട്, അടുത്തിരിക്കുന്ന ആൾക്ക് വരില്ല. ഞാൻ സ്വയം ആർജിക്കുന്നതാണ്. അല്ലെങ്കിൽ അതിന് കാരണങ്ങൾ എൻ്റെ പാരമ്പര്യ കാരണങ്ങൾ കാണാം, അല്ലെങ്കിൽ എൻ്റെ ഭക്ഷണ രീതി, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ, ജീവിത രീതിയൊക്കെ കാണാം. ആ രോഗങ്ങളും വർദ്ധിച്ചു വരുന്നതിൻ്റെ കാരണം, ഇപ്പോൾ സാംക്രമികമല്ലാത്ത രോഗമാണ് ക്യാൻസർ രോഗം. അപ്പോൾ ഇത് വർദ്ധിക്കുന്നതിൻ്റെ കാരണം മനുഷ്യൻ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ്. പിന്നെ കണ്ടുപിടിക്കപ്പെടുന്നു. പണ്ടെന്താണ്, ഇപ്പോൾ നമ്മൾ കരളിലെ ക്യാൻസർ കണ്ടുപിടിക്കുന്നു, അതിൻ്റെ കരൾ മാറ്റി വയ്ക്കാം. പണ്ടെന്താണ്, വയറ് വീർത്ത് മഹോദരം വന്ന് ആരെങ്കിലും വയറ് വീർത്ത് മരിച്ചു എന്ന് പറയും. അപ്പോൾ ക്യാൻസറുകൾ കണ്ടുപിടിക്കപ്പെടുന്നു. ക്യാൻസർ ഉണ്ടാകാനുള്ള ആയുസ് മനുഷ്യന് കൂടുതൽ നാൾ ജീവിച്ചിരിക്കുന്നു. പിന്നെ നമ്മുടെ ജീവിത രീതികളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, പിന്നെ ഈ പുകയില നമ്മളോട് ആരും നിർബന്ധിക്കുന്നില്ല പുകവലിക്കാനായിട്ട്, ആളുകൾ വാങ്ങിച്ച് വലിക്കുകയാണ്. പിന്നെ അത് എല്ലായിടത്തും ലഭ്യമാണ്.
മദ്യം എല്ലായിടത്തും ലഭ്യമാണ്. കേരളത്തിൽ ക്യാൻസർ വരും. അത് മദ്യം എല്ലായിടത്തും ലഭ്യം. മദ്യപാനം കൂടുന്നുണ്ട് കേരളത്തിൽ, വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനത്തെ നമ്മുടെ കാരണങ്ങളുമുണ്ട്. അപ്പോൾ ഇത് പല കാരണങ്ങൾ കൊണ്ടാണ് ക്യാൻസർ നമ്മൾ കൂടുതലായിട്ട് അനുഭവിക്കുന്നത്. അത് നമ്മൾ അതനുസരിച്ച് വേണം നമ്മൾ നിയന്ത്രണ നടപടികൾ സ്വീകരിക്കേണ്ടത്. ഇനി അവസാനത്തൊരു ചോദ്യമാണ്. സാധാരണക്കാരന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ തോന്നുന്നൊരു ചോദ്യമാണ്. പക്ഷേ അത് മറുപടി പറയേണ്ടത് ചിലപ്പോൾ അങ്ങേക്കും തോന്നും അത് പോകേണ്ടവരല്ലേ, അവരല്ലേ മറുപടി. എന്തുകൊണ്ട് ഇത്രയധികം സാങ്കേതിക സംവിധാനങ്ങളും ചികിത്സാ സംവിധാനങ്ങളും വികസിച്ച നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തു നിന്നും ആളുകൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ചികിത്സയ്ക്ക് പോകുന്നു? അതിനുള്ള ചികിത്സാ സംവിധാനങ്ങളുടെ നമ്മുടെ നാട്ടിലുള്ള അപര്യാപ്തതയാണോ എന്നുള്ളതാണ് ചോദ്യം. അതിൽ ഈ പറയുന്ന പോലെ രാഷ്ട്രീയമൊക്കെയുള്ള ചോദ്യമാണ്. അതിനകത്തൊരു ഫിലോസഫിക്കൽ ആംഗിളും ഉണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെന്ന്, എനിക്ക് അമേരിക്കയാണോ ഇന്ത്യയാണോ എന്ന് പറയും. ഞാൻ പറയും എനിക്കിവിടെ മതി എന്ന് പറയും. മെച്ചപ്പെട്ട ഡോക്ടർ ചികിത്സ നമ്മൾ ഒരു പക്ഷേ ആഗ്രഹിച്ചു എന്ന് വരും. ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ മറ്റത് സത്യം പറഞ്ഞാൽ കേരളത്തിലെ എല്ലാം മെച്ചമെന്ന് പറഞ്ഞിട്ട് കേരളത്തിന് പുറത്തു പോകുന്ന നടക്കിടാം. കേരളത്തിലെല്ലാം മെച്ചമാക്കാൻ പറ്റുന്നവരും കൂടെയാണ് ഈ പോകുന്നത്. അപ്പോൾ അതിനകത്തൊരു മനുഷ്യരെ മുഖത്ത് നോക്കി കൊഞ്ഞനം കാണിക്കുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിനകത്തൊരു എന്താണ് വ്യക്തിപരമായ തീരുമാനത്തിൻ്റെയും ഒരു സ്ഥിരതയുടെയും നിലപാടിൻ്റെയും പ്രശ്നമാണ്. ഞാൻ പറയാം, എനിക്കിവിടെ ചികിത്സ എടുക്കാറുണ്ട്. എൻ്റെ കുടുംബാംഗങ്ങൾ ചികിത്സ എടുക്കാറുണ്ട്. ഞാനും ചികിത്സ എടുക്കുന്ന ഒരാളാണ്. ഒരാവശ്യം വന്നാൽ ഇവിടെ തന്നെയാണ് പോകുന്നത്. വേറെ രാജ്യങ്ങളിലേക്ക് കൂടി പോകും. വേറെ രാജ്യത്ത് ജീവിച്ചപ്പോൾ മാത്രമേ അവിടെ ചികിത്സ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നിലപാടിൻ്റെ പ്രശ്നമാണ്. പിന്നെ ഈ നമ്മൾ ഇല്ലാത്ത പണമെടുത്താണ് വെളിയിൽ പോകുന്നത്. ഇല്ലാത്ത പണമെടുത്ത് പണമെടുന്നവർ ജനങ്ങളുടെ നികുതിയാണ്. ഈ നികുതിയെടുത്ത് വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമുക്ക് എന്ത് വില കൊടുത്തും രക്ഷിക്കേണ്ട ജീവനാണെന്ന് സമൂഹത്തിൽ തോന്നിയാൽ സമൂഹം ചെയ്യും. പക്ഷേ സ്വയം തോന്നി വിദേശ രാജ്യങ്ങളിൽ പോയി ചികിത്സിക്കാനകത്തൊരു നിലപാടിൻ്റെ പ്രശ്നമുണ്ട്. ഒരാത്മാർത്ഥത, ഏത് പാർട്ടിയായാലും ഭരിക്കുന്നവരായാലും ഇല്ലാത്തവരായാലും അതിനകത്തൊരു ആത്മാർത്ഥതയുടെ വിഷയമുണ്ട്. ഗാന്ധിയും പറഞ്ഞിട്ടുണ്ടല്ലോ, ഏത് കാര്യം പറയുമ്പോഴും നമ്മളെടുക്കുന്ന തീരുമാനം ഏറ്റവും അങ്ങേയറ്റത്ത് നിൽക്കുന്ന, സമൂഹത്തിൽ ഏറ്റവും അങ്ങേയറ്റത്ത് നിൽക്കുന്ന എങ്ങനെ ബാധിക്കുമെന്ന് ആലോചിക്കണം. അപ്പോൾ ഇവിടുത്തെ പണം എടുത്ത് വിദേശ ചികിത്സയ്ക്ക് പോകുമ്പോൾ ഞാനീ പറഞ്ഞ മത്സ്യത്തൊഴിലാളി ഗ്രാമത്തിൽ ജീവിക്കുന്നവനും അല്ലെങ്കിൽ മലമ്പ്രദേശത്ത് ജീവിക്കുന്നവനും ആരോഗ്യരംഗത്ത് അധികാരങ്ങളുണ്ടെന്ന് തിരിച്ചറിയാത്തവനും അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ പറ്റാത്തവൻ്റെയും പൈസ എടുത്താണ് വെളിയിൽ പോകുന്നത്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഒരു രോഗിക്കെങ്കിലും കേരളത്തിൽ ചികിത്സ പണമില്ലാത്ത നിശ്ചയിക്കും, ഒന്നല്ല ആയിരക്കണക്കിനാണ്. അപ്പോൾ ഒരാളുടെയെങ്കിലും പൈസ എടുത്ത് ഉപയോഗിച്ചിട്ടാണ് വിദേശത്ത് പോയി ചികിത്സിക്കുന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുക. അല്ലെങ്കിൽ സ്വന്തം പോക്കറ്റിലെ പൈസയാണ് മനസ്സിലാക്കാം. സ്വയാർജിതമായിട്ടോ കുടുംബത്തിലെ പണമെടുത്ത് ഒരാൾ പോവുകയാണെങ്കിൽ നമുക്കതിനകത്ത് അയാളുടെ സ്വന്തം തീരുമാനത്തിന് നമുക്ക് വില കൽപ്പിക്കാം. പക്ഷേ സർക്കാർ സംവിധാനം ഉപയോഗിച്ചിട്ട് സർക്കാരിൻ്റെ പണമെടുത്ത് ജനങ്ങളുടെ പണമെടുത്ത് പോകുന്നതിനകത്ത് നിലപാടിൻ്റെ പ്രശ്നമുണ്ട്, ആത്മാർത്ഥമില്ലായ്മയുടെ പ്രശ്നമുണ്ട് അതിനകത്ത്. ഏതായാലും വളരെ സന്തോഷം ഈ പ്രധാന ദിവസത്തിൽ, പ്രധാന ഘട്ടത്തിൽ നമ്മളോടൊപ്പം സഹകരിച്ചത്.